Hi friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു 10 സെന്റൻസസ് ആണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ സെന്റൻസസ് ഇപ്പോൾ നമുക്ക് പറയണം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് നമ്മൾ എങ്ങനെയാണ് സാധാരണ ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പരിചയപ്പെടുകയാണ്, അവർ മലയാളി അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരോട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ അവരോട് എന്താ ചോദിക്കുക? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിക്കുക അല്ലേ? എന്താ ചോദിക്കണ്ടേ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ കോളേജിലായിക്കോട്ടെ വർക്ക് സ്പേസിലായിക്കോട്ടെ നമ്മളൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, ഒരു ലഞ്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഡിന്നർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവരെയും കൂടിയും വിളിക്കണം. ഒരാളോട് നമ്മുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഞങ്ങളുടെ കൂടെ വരുന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മളെങ്ങനെ ചോദിക്കും? ആർ യു ജോയിനിങ് അസ്? ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ടോ? ആർ യു ജോയിനിങ് അസ്? ഇപ്പം നമുക്കൊരു ഡിന്നറിന് വേണ്ടിയാണെങ്കിൽ ആർ യു ജോയിനിങ് അസ് ഫോർ ദ ഡിന്നർ എന്ന് നമുക്ക് എടുത്ത് ചോദിക്കാം. ആർ യു ജോയിനിങ് അസ് ഫോർ ദ ഡിന്നർ? ഓക്കെ, ശരി. വേറൊരെണ്ണം, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊതുവെ കാലാവസ്ഥ എങ്ങനെയാണ് എന്ന് നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ വേറൊരു നാട്ടിലുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കേണ്ടി വരാറുണ്ട് അല്ലേ? അവിടെ എന്താ, മഴയാണോ? അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഡെയിലി ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അതിന് നമുക്ക് അവിടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദ വെദർ ലൈക്ക്? വാട്ട് ഈസ് ദ വെദർ ലൈക്ക്? ഓക്കെ, ശരി. ഇനി നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലേ ഫ്രണ്ട്സിനോടൊക്കെ, ഇന്നെന്താ പരിപാടി? അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഒഫീഷ്യലായിട്ട് നമുക്ക് ചോദിക്കണമെങ്കിൽ ഇപ്പം ഹാവ് യു ഗോട്ട് എനി പ്ലാൻസ് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. കുറച്ചുകൂടി ഒഫീഷ്യലായിട്ട് ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ? നമ്മുടെ ഇപ്പോൾ ഒരു കൊളീഗിനോടൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് പോകാൻ വിചാരിക്കുക, അപ്പോൾ അവർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ തന്നെ പുറത്ത് പോകാമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കൊളീഗ്സിനോടൊക്കെ കുറച്ചുകൂടി ഒരു സെമി ഫോമൽ ടച്ച് ആയിരിക്കില്ല അവരോടൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരോട് ചോദിക്കുമല്ലേ, നിങ്ങൾക്ക് ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ള ചോദിക്കുള്ളൂ. സോ നമ്മളൊക്കെ എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? ഓക്കെ, ശരി. മറ്റൊരെണ്ണം, ഇപ്പം നമ്മൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോയെന്ന് വിചാരിക്കും. നമ്മുടെ ഫ്രണ്ടും ഷോപ്പിങ്ങിന് പോയി. ഓക്കെ, അപ്പോൾ നിനക്കിത് വേണോ എന്ന് നമ്മൾ ഒരു സാധനം വാങ്ങിക്കണം. അപ്പം നിനക്കിത് വേണോ, നിനക്കിത് ആവശ്യമുണ്ടോ എന്നുള്ള പോലെ നമുക്ക് ചോദിക്കാം. ഓക്കെ, പക്ഷേ അത് നമ്മൾ ഡു യു വാണ്ട് ദിസ് എന്ന് ചോദിക്കല്ലേ? നമുക്കത് അവരോട് ചോദിക്കാം, നിനക്കിത് ശരിക്കും വേണോ, നിനക്കിത് അത്ര ആവശ്യമുള്ള സാധനമാണോ, ശരിക്കും നിനക്കിത് വാങ്ങിക്കണം എന്ന് ഉറപ്പാണോ? അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചോദിക്കാം? ഡു യു റിയലി വാണ്ട് ദിസ്? ഓക്കെ, അതൊരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡു യു റിയലി വാണ്ട് ദിസ് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതേപോലെ. സോ എന്താണ്? ഡു യു റിയലി വാണ്ട് ദിസ്? അപ്പം നമുക്ക് കാഷ്വലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡു യു വാണ്ട് ദിസ് എന്ന് നമുക്ക് ചോദിക്കാം. നിനക്കിത് അത്രയ്ക്കും വേണമെന്നുണ്ടോ എന്നുള്ള പോലെ ആണെങ്കിൽ ഡു യു റിയലി വാണ്ട് ദിസ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, പക്ഷേ അത് വാങ്ങേണ്ടതായിരുന്നു, അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ പറയത്തില്ലേ? സോ അതിന് നമുക്ക് പറയാം ഐ ഷുഡ് ഹാവ് ബോട്ട് ഇറ്റ്. ഐ ഷുഡ് ഹാവ് ബോട്ട് ഇറ്റ്. ഓക്കെ, ഇനി അതിപ്പം വാങ്ങിക്കുന്ന കാര്യത്തിലായതുകൊണ്ടാണ് ഐ ഷുഡ് ഹാവ് ബോട്ട് ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, ഞാൻ ആ ബുക്ക് വായിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. ഞാൻ പഠിച്ചാൽ മതിയായിരുന്നു. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ബിഫോർ ദ എക്സാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്ത് നമുക്കങ്ങനെ ഡിഫറെൻറ്റ് സെൻറ്റൻസസ് പറയാം. ഇനി വേറെ ഒരെണ്ണം, ഇപ്പം നമ്മളെ ഒരാൾ എന്നെ മനസ്സിലായോ, അല്ലെങ്കിൽ അവൾക്ക് എന്നെ മനസ്സിലായോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലായോ എന്ന് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ? അതിനുള്ള കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? നമുക്കിപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം ഡിഡ് ഷീ റെക്കഗ്നൈസ് മീ? റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്ന അർത്ഥത്തിലാണ് നമ്മളോട് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡിഡ് ഷീ റെക്കഗ്നൈസ് മീ? ഡിഡ് ഷീ റെക്കഗ്നൈസ് മീ? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ, അവൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അവൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അത് നമ്മളെങ്ങനെ ചോദിക്കുക? വൈ ഡിഡ് ഹി സേ സോ? അവൻ എന്താ അങ്ങനെ പറഞ്ഞത്? വൈ ഡിഡ് ഹി സേ സോ? ഓക്കെ, സേ സോ. വൈ ഡിഡ് ഹി സേ സോ? ഓക്കെ, ഇനി അതെൻ്റെ നാവും തുമ്പത്തുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പേരൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാം, പക്ഷെ അങ്ങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ എന്താ മലയാളത്തിൽ പറയുന്നത്? പക്ഷേ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയും അല്ലേ? അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മലയാളത്തിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും?
ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ് എന്ന് പറയാം. അതൊരു എക്സ്പ്രഷനാണ്. ഓക്കെ, ശരി. ഇനി നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറയാം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമാണെന്ന് നമ്മളെങ്ങനെ പറയും? ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് പറയും? ഇസ് ദിസ് ഹൗ യു ഡു ഇറ്റ്? ഇങ്ങനെയാണോ നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നത്? ഇസ് ദിസ് ഹൗ യു ഡു ഇറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. സോ നമ്മൾ ബേസിക്കലി 10 സിമ്പിളായിട്ടുള്ള പല പല സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ ഈ സെൻറ്റൻസസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്ത് വെക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഈ സെൻറ്റൻസസിൻ്റെ ഒരു റെക്കോർഡ് നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സിനാരിയോസ് നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ അതിന് പറ്റുന്ന സെൻറ്റൻസസ് ഇങ്ങനെ പറഞ്ഞു വെക്കണം. നമുക്കിപ്പോൾ പുറത്ത് പോയി ഇത് സംസാരിച്ച് പഠിക്കാനുള്ള എല്ലാ ഓപ്ഷനും കാണത്തില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അല്ലേ? നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ മലയാളത്തിലാണ് പൊതുവെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തലയിൽ തന്നെ ഒരു ഇംഗ്ലീഷ് സെനാരിയോ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കടയിൽ പോകുന്നതാണെങ്കിൽ കടയിൽ പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഷോപ്പ് കീപ്പർ ഇന്ന കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് പറയണം എന്നുള്ളത് നമ്മുടെ തലയിൽ തന്നെ ആലോചിച്ച് ഈ സെൻറ്റൻസസ് ഒക്കെ നമ്മുടെ കോൺവെർസേഷൻസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്വയം സംസാരിക്കുകയാണെങ്കിലാണ് നമ്മൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. സോ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കോണ്ടൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങളിത് പഠിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്, നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിങ്ങനത്തെ ഒത്തിരി കോണ്ടൻറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആർക്കെങ്കിലും ഇംഗ്ലീഷ് അത്രയും പഠിക്കണം എന്ന് അത്യാവശ്യമായിട്ടിരിക്കുന്ന ഈ വീഡിയോസ് കൊണ്ട് അവർക്ക് ഹെൽപ്പ് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അത്രയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൗൺസിലർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ട്രൈ കൊടുക്കുക. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ അവർ ഫാമിലി. So thank you so much. Until we see again next time, this is Aksa Abraham signing off from English Mithra. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.